ഹലോ, വെൽക്കം ടു ചാനൽ. അപ്പോൾ ഇന്നെന്താണെന്ന് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത്. കുറേ ദിവസത്തിന് ശേഷം നല്ല മഴ കിട്ടിയപ്പോൾ ഒരു കട്ടൻ ചായ കുടിക്കാനൊരു മോഹം. അപ്പോൾ ഞാൻ എല്ലാവർക്കും കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ കട്ടൻ ചായയും കൊണ്ട് പുറത്ത് വരുന്ന മഴയൊക്കെ ആസ്വദിച്ച് കട്ടൻ ചായ കുടിച്ചു. അപ്പോഴാണ് എനിക്ക് ബിരിയാണി കഴിക്കാനൊരു ക്രേവിങ്സ്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ബിരിയാണി കഴിക്കാൻ തോന്നുന്നു പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു മേടിച്ചിട്ടില്ല, ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പം ഞങ്ങളും ഹെൽപ്പ് ചെയ്തു. ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞു കൊടുത്തു, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു കൊടുത്തു. അപ്പോഴേക്കും അച്ഛൻ ചിക്കൻ കഴുകിയിട്ട് ചിക്കൻ അടുപ്പിലിടായിരുന്നു കേട്ടോ, അടുപ്പിൽ ഫ്രൈ ആയിട്ടായിരുന്നു. അതൊക്കെ അരിഞ്ഞു കൊടുത്തിട്ട് ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്നു. അപ്പോഴേക്കും എൻ്റെ അനിയത്തി ഇതവിടെ ഈ സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുക്കുമ്പറൊക്കെ ഇട്ടുണ്ടോ തോന്നുന്നു, എനിക്കിഷ്ടമല്ല, ഞാൻ സാലഡ് കൂട്ടാറില്ല, അപ്പോൾ എനിക്കറിയില്ല. പിന്നെ എന്ത് ബിരിയാണിയൊക്കെ അച്ഛൻ ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ, എപ്പോഴും അച്ഛൻ ഉണ്ടാക്കി തരാം. പിന്നെ അമ്മ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി തരാറ്. പിന്നെ അമ്മയും അച്ഛമ്മയൊക്കെ പണിയിലായിരുന്നു, നാളെ കടയ്ക്ക് കൊണ്ടുപോകാനുള്ള പച്ചക്കറികൾ അരിയായിരുന്നു. അപ്പോൾ അച്ഛൻ പണിയാണ് അവിടെ. അപ്പോൾ ഞാൻ ഓരോന്നും പോയി നോക്കുമായിരുന്നു. അപ്പോൾ അത് അരിയൊക്കെ സെപ്പറേറ്റ് വേവായിട്ടുണ്ട്. ഞങ്ങൾ ബിരിയാണി അങ്ങനെ ഉണ്ടാക്കാറ് കേട്ടോ, വേവായിട്ടിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി അങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ബിരിയാണിക്ക് അരിയൊക്കെ വേവാട്ടു, അച്ഛൻ ഇവിടെ കറി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ കറിയുടെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഇടയ്ക്ക് ഞങ്ങൾ നമ്മുടെ കറിയൊക്കെ റെഡിയാവുന്നു. അപ്പോൾ ഞാൻ പിന്നെ മെയിൻലി പണിക്കൊന്നും പോയില്ല, കാരണം അച്ഛൻ തന്നെ ഉണ്ടാക്കാറ്. എന്തെങ്കിലും ഹെൽപ്പിന് പോയി. പിന്നെ ചിക്കൻ റെഡിയായപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതാക്കി കൊടുത്തു. അപ്പോൾ കുക്കർ ഫസ്റ്റ് അച്ഛൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചോറ് ഫില്ല് ചെയ്തിട്ട് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട്. വേവിച്ച ചോറൊക്കെ ഊറ്റിയിട്ട് അത് ഫില്ല് ചെയ്യലായിരുന്നു നെക്സ്റ്റ് പണി. അപ്പോൾ കഴിക്കാൻ തോന്നിയപ്പോൾ പറഞ്ഞപ്പോൾ അച്ഛൻ ഉണ്ടാക്കി തന്നു കേട്ടോ. അതാണ് ഇതിൽ മെയിൻ ഹൈലൈറ്റ്. മേടിച്ച് തരാറില്ല, എപ്പോഴും ഉണ്ടാക്കി തരാറാണ് മോസ്റ്റ് ഓഫ് ദ ടൈമും. ഉണ്ടാക്കി തരികയാണ് അച്ഛനും കുറച്ചുകൂടി കംഫേർട്ട്. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കി തരാറാണ് എപ്പോഴും. ഫുൾ പ്രിപ്പറേഷനൊക്കെ നടക്കട്ടെ. അപ്പം അങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. സാധാരണ അടിയിൽ ചിക്കൻ ഇടാറുണ്ട്, ഇന്ന് മസാല മാത്രം ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് തുറന്നപ്പോൾ കഴിച്ച് നല്ല മണവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഒപ്പം ഇരുന്ന് കഴിച്ചു. ഓക്കെ, ബൈ.